ഹായ് വ്യൂവേഴ്സ്, ഐ എം ജനജി. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 9 ക്വസ്റ്റ്യൻ വേർഡ്സിൽ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി 4 എണ്ണം കൂടിയുള്ളൂ. അപ്പോൾ അതുകൂടി പഠിച്ചേക്കാം. സോ വെൻ ആൻഡ് വെയർ. വെൻ മീൻസ് എപ്പോൾ, ടൈമിനെ കുറിച്ചാണ്. വെൻ, എപ്പോൾ, WHERE, വേർ, എവിടെ എന്നാണ്. ഫോർ എക്സാമ്പിൾ, വെൻ ഈസ് യുവർ ബർത്ത്ഡേ, അല്ല നിങ്ങളുടെ പിറന്നാൾ എന്നാണ്, ജന്മദിനം എന്നാണ്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ. വെൻ ഈസ് ദ പാർട്ടി, നമ്മൾ പറഞ്ഞ പാർട്ടി എന്നാണ്. വെൻ ഈസ് ദ മീറ്റിംഗ്, നമ്മുടെ യോഗം എപ്പോഴാണ്, അതാണ് വെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എപ്പോൾ. ഇനി WHERE, വെയർ. വെയർ മീൻസ് പ്ലേസ് ആണ്, എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെർ ഈസ് യുവർ ഹൗസ്, വെർ ഈസ് യുവർ സ്കൂൾ, വെർ ഈസ് യുവർ ഷോപ്പ്. അപ്പം നമ്മൾ എവിടെയാണ് എന്ന അർത്ഥത്തിൽ എവിടെ എന്നതിലാണ് WHERE ഉപയോഗിക്കുന്നത്. അടുത്തത് WHY, വൈ. വൈ മീൻസ് ദ റീസൺ, കാരണം കാണിക്കാനാണ്. ഇപ്പം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ്, നിങ്ങൾ എന്താ വൈകിയത് എന്നാണ്. ദെൻ യു സി വൈ ഡു വി ഈറ്റ്, നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്. വൈ ഡു വി സ്ലീപ്പ്, നമ്മൾ എന്തിനാണ് ഉറങ്ങുന്നത്. അപ്പം ഇങ്ങനെ വൈ കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു കാരണം. ബാക്കി എല്ലാ ചോദ്യത്തിനും 1-2 പദങ്ങൾ മതി. പക്ഷേ ഇവിടെ വൈ ചോദിക്കുമ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കും, വിവരണം. അതിൻ്റെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ വിവരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുക. വൈ ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ചോദ്യം അതാണെന്ന് പറയാം. ഇനി അടുത്തത് ദ ലാസ്റ്റ് വൺ, HOW, ഹൗ. ഹൗ മീൻസ് ഇൻ വാട്ട് വേ, ഇൻ വാട്ട് മാനർ, ഏത് വിധത്തിൽ എന്നാണ് ഹൗ. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു യു സ്ലീപ്പ്, ഹൗ ഡു യു സ്ലീപ്പ്, നീ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്, ഏത് വിധത്തിലാണ്, ഹൗ ഡു യു സ്ലീപ്പ്. അപ്പോൾ അതിന് പല ഉത്തരം കൊടുക്കും. ലൈങ് ഓൺ ദ ബാക്ക്, ലൈങ് ഓൺ ദ സ്റ്റോമക്ക്, ലൈങ് ഓൺ ദ സൈഡ്. നമ്മൾ മലയാളത്തിൽ കമിഴ്ന്ന് കിടക്കുക, മലർന്ന് കിടക്കുക, ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക എന്നൊക്കെയാണ് പറയുക. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ സമയത്ത് ലൈങ് ഓൺ ദ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്, ലൈങ് ഓൺ ദ ബാക്ക്. ലൈങ് ഓൺ ദ സ്റ്റോമക്ക് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ പുറത്ത്, അപ്പോൾ അതിനെ നമ്മൾ കമിഴ്ന്ന് കിടക്കുക എന്നാണ് പറയുക. ലൈങ് ഓൺ ദ സൈഡ് മീൻസ് നമ്മൾ ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതാണ് ഹൗ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ദെൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന HOW, ഹൗ കൊണ്ടാണ്. അനേകം ചോദ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി ആൻഡ് ഹൗ മച്ച്. ഹൗ മെനി ഫോർ നമ്പർ, എത്ര എണ്ണം എന്നാണ് ഹൗ മെനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ മച്ച് മീൻസ് ക്വാണ്ടിറ്റിയാണ്, അളവാണ്, ക്വാണ്ടിറ്റി, എമൗണ്ട്. അതിനാണ് ഹൗ മച്ച് ചോദിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്, നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്. ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്, നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട്. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്, നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട്. അപ്പം ഹൗ മെനി എപ്പോഴും എണ്ണത്തെക്കുറിച്ചാണ്. എന്നാൽ ഹൗ മച്ച് എന്ന് പറയുമ്പം അളവാണ്, എണ്ണി പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് എവറി ഡേ. ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് എവറി ഡേ, നിങ്ങൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കാറുണ്ട്. ദെൻ ഹൗ മച്ച് ഷുഗർ ഡു യു ഹാവ് അറ്റ് ഹോം, വീട്ടിൽ എത്ര പഞ്ചസാരയുണ്ട്. കാരണം പഞ്ചസാര നമ്മൾ തൂക്കിയെടുക്കുന്നതാണ്, എണ്ണിയിട്ടല്ലല്ലോ എടുക്കുന്നത്. അപ്പം ഹൗ മച്ച് ഷുഗർ എന്നാണ് ചോദിക്കുക. ഹൗ മച്ച് ഷുഗർ ഡു യു ഹാവ് അറ്റ് ഹോം. അപ്പം ഹൗ മച്ച് അളവിനെയും ഹൗ മെനി എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. ഇനി ആ ഹൗ കൊണ്ട് തുടങ്ങുന്ന വേറൊരിതാണ് ഹൗ ഓഫൺ. ഹൗ ഓഫൺ, OFTN, ഓഫൺ എന്നാണ്. ഓപ്റ്റൻ എന്ന ഉച്ചാരണമുണ്ട്, ഓഫൺ എന്നും പറയും. അപ്പം ഹൗ ഓഫൺ മീൻസ് ഹൗ മെനി ടൈംസ്, എത്ര തവണ, എത്ര പ്രാവശ്യം, എപ്പോഴൊക്കെ എന്നാണ് ഈ ഹൗ ഓഫണിൻ്റെ അർത്ഥം. അപ്പോൾ ഹൗ ഓഫണും ചോദിക്കാറുണ്ട്, ഹൗ മെനി ടൈംസ്. ടൈംസ് എന്ന് പറഞ്ഞാൽ പ്രാവശ്യം എന്നൊക്കെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹൗ ഓഫൺ ഡു യു ഈറ്റ്. ഹൗ ഓഫൺ ഡു യു ഈറ്റ് എവറി ഡേ, ഒരു ദിവസം നിങ്ങൾ എത്ര തവണ ഭക്ഷണം കഴിക്കാറുണ്ട്. 1 time, 2 times, 3 times എന്നൊക്കെയാണ് അതിന് ഉത്തരം കൊടുക്കുക. ദെൻ യു സി ഹൗ ഓഫൺ ഡു യു ടേക്ക് എ ബാത്ത് എവറി ഡേ, ദിവസവും നിങ്ങൾ എത്ര തവണ കുളിക്കാറുണ്ട്. അതിനൊക്കെയാണ് ഹൗ ഓഫൺ എന്ന പ്രയോഗം. എന്നാൽ ഹൗ ലോങ്, അതിന് 2 അർത്ഥം. LONG, ലോങ്ങിന് നീളമുള്ള എന്നൊരർത്ഥമുണ്ട്.
അപ്പം ഹൗ ലോങ് ഈസ് ദിസ് റൂം, ഹൗ ലോങ് ഈസ് ദിസ് റൂം, ഈ റൂമിന് എത്ര നീളമുണ്ട്. ഹൗ ലോങ് ഈസ് ദിസ് റോഡ്, ഈ റോഡിന് എത്ര നീളമുണ്ട്. അപ്പം അത് ലോങ് എന്ന അർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കും. എന്നാൽ അതേ ഹൗ ലോങ്ങിന് എത്ര സമയം, എത്ര നേരം, എത്ര കാലം എന്നൊരർത്ഥം കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ, ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ, അതിൻ്റെ അർത്ഥം നിങ്ങൾ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ടെന്നാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ്, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഇങ്ങനെ ഹൗ ലോങ്ങിന് എത്ര നേരം, എത്ര സമയം, എത്ര കാലം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇനി ഹൗ ഫാർ, FAR, ഫാർ എന്ന് പറഞ്ഞാൽ ദൂരമുള്ള എന്നാണ്. അപ്പം ഹൗ ഫാർ ഈസ് യുവർ ഹൗസ്, നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്. ഹൗ ഫാർ ഈസ് ദ ടൗൺ, ടൗണിലേക്ക് എത്ര ദൂരമുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് വേണ്ട ഒരു പദമാണ് ഹൗ ഫാർ എന്നുള്ളത്. ഇനി ഹൗ ടോൾ, ഹൗ ടോൾ, ടോൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പൊക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹൗ ടോൾ ആർ യു, നമ്മളെപ്പോഴും ചോദിക്കും നിങ്ങൾക്ക് എത്ര പൊക്കമുണ്ട്, എത്ര ഉയരമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ടോൾ ആർ യു, ഹൗ ടോൾ ഈസ് യുവർ സിസ്റ്റർ, സിസ്റ്ററിന് എത്ര പൊക്കമുണ്ട്, ഉയരമുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ ഹൗ ഹൈ എന്നൊരു വേർഡുണ്ട്, ഹൗ ഹൈ. അപ്പോൾ ഇത് തമ്മിൽ ടോളും ഹൈയും രണ്ടിനും മലയാളത്തിൽ ഒരേ അർത്ഥമാണ്, ഉയരമുള്ള, പൊക്കമുള്ള എന്നൊക്കെ. പക്ഷേ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഹൗ ടോൾ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹൗ ഹൈ എന്ന് പറയുന്ന മൗണ്ടെയിൻ, വാൾ, ചുമര്, ഇതിനൊക്കെ നമ്മൾ പറയുമ്പം ഹൗ ഹൈ ആണ് ഉപയോഗിക്കുക. ഹൗ ഹൈ ഈസ് ദിസ് കോമ്പൗണ്ട് വാൾ, ഈ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന ചുറ്റുമതിലിന് എത്ര പൊക്കമുണ്ടെന്ന് ചോദിക്കുമ്പം ഹൗ ടോൾ അല്ല അവിടെ ചോദിക്കുക, ഹൗ ഹൈ ഈസ് ദ കോമ്പൗണ്ട് വാൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ വിശദീകരിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇനി ഹൗ ഫാസ്റ്റ്, ഹൗ ഫാസ്റ്റ്, വാട്ട്സ് ദ മീനിങ് ഹൗ ഫാസ്റ്റ്. ഫാസ്റ്റ് വേഗതയുള്ള എന്നാണ്. ഹൗ ഫാസ്റ്റ് ഡു യു ഡ്രൈവ്, എത്ര വേഗത്തിലാണ് നീ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നത്. ഹൗ ഫാസ്റ്റ്. ഹൗ ഫാസ്റ്റ് ഡു യു റൺ, എത്ര വേഗത്തിലാണ് നിൻ്റെ ഓട്ടം, എത്ര വേഗത്തിൽ നീ ഓടാറുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹൗ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനിയുണ്ട് ഒരുപാടെണ്ണം, പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഈ ഹൗ ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് എല്ലാ ഇംഗ്ലീഷിൽ ആഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് എന്ന് പറയും, ക്രിയാവിശേഷണം, നാമ, അതിൻ്റെ കൂടെ ഒക്കെ ഹൗ ചേർക്കാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം ഇത്രയും പഠിച്ചാൽ നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും ഒരു ചോദ്യം, എത്രാമത്തെ, ഇപ്പം പത്രത്തിൽ വരെ വരാറുണ്ട് ഇടയ്ക്ക്, എത്രാമത്തെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പദം. നിങ്ങളോട് തന്നെ ചിലർ ചോദിക്കുക, അല്ല നീ വലിയ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നാൽ എത്രാമത്തെ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് എങ്ങനെ പറയും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും, കാരണം നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പോഴാണ് അറിയേണ്ടത്, ആദ്യം ആ ചോദിക്കുന്നവർ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ അവർക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ, ദർ ഈസ് നോ സച്ച് വേർഡ് ഇൻ ഇംഗ്ലീഷ്. അതെ, 10 ലക്ഷത്തിലധികം പദങ്ങളുള്ള ഒരു വലിയ ഭാഷയാണ് ഇംഗ്ലീഷ്. പക്ഷേ ഇംഗ്ലീഷിൽ ഇന്ന് വരെ എത്രാമത്തെ എന്നതിനൊരു പദം അവർ കണ്ടെത്തിയിട്ടില്ല. അവർ പറയുന്നത് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, അവർക്ക് അതിൽ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഏതായാലും മലയാളത്തിൽ നമ്മൾ എപ്പോഴും ചോദിക്കും, നീ എത്രാമത്തെ മകനാണ്, എത്രാമത്തെ മകളാണ്, ഇപ്പം ഇവിടുത്തെ ഈ മുഖ്യമന്ത്രി എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്, എത്രാമത്തെ പ്രസിഡൻ്റാണ് എന്ന് നമുക്ക് എത്രാമത്തെ എന്നുള്ളതിന് വളരെ ഈസി ആയിട്ടൊരു പദമുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു വളച്ചു കെട്ടിയ ഒരു ചോദ്യമാണ്. അപ്പം ഈ ചോദ്യം ഈ അടുത്ത് പോലും ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നവർക്കും അതിനുള്ള സമ്മാനം തരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു പദം ഇംഗ്ലീഷിലില്ല. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. എൻ്റെ ഓർമ്മയിൽ ഒരു 10-30 വർഷം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ചർച്ച തന്നെ വന്നിരുന്നു, എത്രാമത്തെ എന്നുള്ളതിന് എന്തായിരിക്കാം സ്യൂട്ടബിൾ വേർഡ്. ഏതായാലും പദമില്ല. അപ്പോൾ ഓരോരുത്തർ ഓരോ പദങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷെ അതിൽ എനിക്കൊക്കെ കുറച്ചുകൂടി ശരിയെന്ന് തോന്നിയൊരു പദം ഏതോ ഒരാൾ കണ്ടെത്തിയിരുന്നു. അതാണ് ഹൗ മെനി യെത്ത്. ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര, യെത്ത്, ഹൗ മെനി യെത്ത് നല്ലൊരു പദമായിരുന്നു. പക്ഷെ അത് അവർ സ്വീകരിച്ചിട്ടില്ല കേട്ടോ, ഇപ്പോഴും അവർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഹൗ മെനി യെത്ത് എങ്ങനെയായാലും പറയുന്നത്, നമ്മൾ ഓർഡിനൽ നമ്പർ, അതായത് ക്രമം കാണിക്കാനാണ് എത്രാമത്തെ എന്ന് ചോദിക്കുന്നത്. അപ്പം ക്രമം നമ്മൾ എങ്ങനെയാണ് പറയുന്നത് നോക്ക്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്.
ഇത് കഴിഞ്ഞാൽ പിന്നെ 4th 5th 6th എല്ലാം TH ചേർത്തിട്ടാണ് പറയുന്നത് അല്ലേ. 5ാമത്തെ 6ാമത്തെ അതിനൊക്കെ TH ആണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഹൗ മെനിയത്ത് എന്നൊരു വേർഡ് ഉപയോഗിക്കാം, എളുപ്പവുമാണ്. പക്ഷേ അത് അവർ സ്വീകരിച്ചില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം, വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് മിസ്റ്റർ പിണറായി വിജയൻ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കുറച്ച് നീണ്ട ചോദ്യമാണ്, പക്ഷെ നമുക്കൊന്ന് പറഞ്ഞ് വ്യക്തമാക്കണമല്ലോ. വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞാൽ ക്രമം. ക്രോണോളജിക്കൽ മീൻസ് കാലാനുസാരിയാണ്, കാരണം കാലക്രമത്തിലല്ലേ വരുന്നത്. സോ വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് മിസ്റ്റർ പിണറായി വിജയൻ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്രമം എത്രാമത്തെയാണ്? അപ്പം നമ്മൾ പറയേണ്ടി വരും 30th or 40th, ഇങ്ങനെ ഒരു ആൻസർ കൊടുക്കേണ്ടി വരും. ക്ലിയർ? ഇനി അതിന് പകരം വാട്ട് ഈസ് ദ ഓർഡിനൽ നമ്പർ, വാട്ട് ഈസ് ദ പൊസിഷൻ, വാട്ട് ഈസ് ദ റാങ്ക്, വാട്ട് ഈസ് ദ സ്റ്റേറ്റസ്, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ എത്രാമത്തെ എന്നതിന് ഒറ്റ പദമില്ല. അതുപോലെ തന്നെ നിങ്ങൾ എത്രാമത്തെ മകനാണ് എത്രാമത്തെ മകളാണെന്നുള്ളത് അവരെ സംബന്ധിച്ച് അവരങ്ങനെയല്ല ചോദിക്കുന്നത്. അവർ ചോദിക്കുക, ഇപ്പം മക്കളോട് ചോദിക്കുക, ആർ യു ദ ഫസ്റ്റ് വൺ ഓർ ആർ യു ദ സെക്കൻഡ് വൺ, ആർ യു ദ ലാസ്റ്റ് വൺ? കുട്ടികളെ കണ്ടാൽ ചോദിക്കും, നീയാണോ ആദ്യത്തെ കുട്ടിയാണോ? അപ്പോൾ അവന് പറയേണ്ടി വരും ഐ എം ദ ഫസ്റ്റ്, ഐ എം ദ ലാസ്റ്റ്, ഐ എം ദ സെക്കൻഡ് എന്നുള്ളത് അവന് ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ അവൾ ഉത്തരം കൊടുക്കും. അവരങ്ങനെയാണ് ആ ചോദ്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അവർ ചോദിക്കും, ആർ യു ദ എൽഡസ്റ്റ്, ആർ യു ദ യംഗസ്റ്റ്, നീ ഏറ്റവും മൂത്തതാണോ ഏറ്റവും ഇളയതാണോ? അപ്പോഴും അയാൾ ഉത്തരം പറയേണ്ടി വരും. ആ കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഐ എം ദ ഫസ്റ്റ്, ഐ എം ദ ലാസ്റ്റ്, ഓർ ഐ എം ഇൻ ദ മിഡിൽ, ഇങ്ങനെയൊക്കെയുള്ള ഉത്തരം കൊടുക്കും. ഐ എം ദ സെക്കൻഡ്, ഐ എം ദ തേർഡ്, ഇങ്ങനെയൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റും. 2 കുട്ടികൾ മാത്രമുള്ളവരാണെങ്കിൽ ചോദിക്കും, ആർ യു ദ എൽഡർ ഓർ യങ്ങർ? 2 കുട്ടികളിൽ എൽഡറും യങ്ങറുമാണ് ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവർ ഈ ചോദ്യത്തിനെ കൈകാര്യം ചെയ്യുന്നത്. എന്നാലും സ്വാൻ്റെ ഒരു പുസ്തകമുണ്ട്, SWAN, ഗ്രാമർ ബുക്കാണ്. അതിൽ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പദമില്ല എന്ന് മനസ്സിലായി, പക്ഷെ ആ ഒരു കോണ്ടെക്സ്റ്റ് പറയാണ്. ഒരു ലേഡി പറയാണ്, വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് അവർ വെഡ്ഡിങ് ആനിവേഴ്സറി. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് അവർ വെഡ്ഡിങ് ആനിവേഴ്സറി, അതായത് ഞങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാർ ഉടനെ ചോദിക്കുന്നുണ്ട്, വിച്ച് വൺ? അപ്പോൾ അവർ പറയുന്നുണ്ട്, തേർഡ് വൺ. വിച്ച് വൺ? അതിൻ്റെ അർത്ഥം എത്രാമത്തെ. ആ കോണ്ടെക്സ്റ്റിൽ വിച്ച് വൺ കറക്റ്റാണ്, എത്രാമത്തെ എന്നതിൽ. പക്ഷേ സാധാരണ രീതിയിൽ വിച്ച് വൺ കൊണ്ടൊരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എത്രാമത്തെ എന്ന അർത്ഥത്തിൽ വിച്ച് വൺ കൊണ്ടൊരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ അവിടെ വിച്ച് വൺ കറക്റ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ന് വരെ എത്രാമത്തെ എന്നുള്ളതിന് ഒരു പദമില്ല എന്നുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും തർക്കത്തിന് വരുമ്പം നിങ്ങളെ പറ്റിക്കാനാണ് വരുന്നത്, അതിനിങ്ങനെ തന്നെ പറയണം, ദർ ഈസ് നോ സച്ച് വേർഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞേക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോഴും 2 യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ രണ്ടും പഠിച്ചു കഴിഞ്ഞു. പിന്നെ 9 ക്വസ്റ്റ്യൻ വേർഡ്സും പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്കറിയാം 9 ക്വസ്റ്റ്യൻ വേർഡ്സ് ആര് ചോദിച്ചാലും പറയാൻ പറ്റും. ഹൂ, ഹും, ഹൂസ്, 3 എണ്ണം പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ദെൻ വാട്ട്, വിച്ച്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ, ഇത്രയുമാണ്. അപ്പോൾ അത് വ്യക്തമായി. ഇതിനെക്കുറിച്ച് ഇനി നമ്മൾ ഓരോ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനൊരു അടുത്തൊരു പാർട്ട് കൂടിയുണ്ട്, 2 more questions that we can deal with in the next class. Okay friends, thank you very much. Have a nice day.